നിങ്ങളുടെ വിശ്വാസത്തെ ഇടിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ സംശയം ഉളവാക്കുന്ന വാക്കുകൾ പറയുമ്പോൾ തന്നെ കട്ട് ചെയ്തേക്കണം. അവരോട് പിന്നീട് സംസാരിക്കുക. അവരോട് അഗ്രി ചെയ്താൽ നിങ്ങൾ അവരോട് ശരിയാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വാക്കിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ തുടങ്ങും. അത് ആരുമായിക്കോട്ടെ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ സാമ്പത്തികമായി വളരെയധികം വെല്ലുവിളിയിലൂടെ പോകുന്ന സമയത്ത് സണ്ണി ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ, അദ്ദേഹം ഇന്ന് USA-ലുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സാക്ഷ്യം മാമൻ മാപ്പിള ഹാളിൽ ഒരു മീറ്റിംഗ് നടക്കുമായിരുന്നു. രാത്രി നേരത്തെ വീട്ടിൽ വരണ്ട എന്ന് വിചാരിച്ച് അങ്ങോട്ട് കയറി. ഞാൻ ഏറ്റവും ഇരുട്ടത്ത് ഇരുന്ന് ആരും എന്നെ കാണാതിരിക്കുന്നു. ഈ സാക്ഷ്യം കേൾക്കും. അദ്ദേഹം പറഞ്ഞ വാക്ക്, തകർന്ന സ്ഥലത്ത് നിന്ന് 4 ഇരട്ടി ഇന്ന് കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. അതെന്റെ ഉള്ളിൽ പ്രത്യാശ ഉളവാക്കി. ഞാൻ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ലേറ്റായിട്ടാണ് ചെന്നത്. അമ്മ വാതിൽ തുറന്നു. ഞാൻ അമ്മയോട് ഈ സാക്ഷ്യം പറഞ്ഞിട്ട് പറഞ്ഞു, അതുപോലെ നമ്മുടെ അവസ്ഥ മാറും. എൻ്റെ അമ്മ എന്നോട് തിരിച്ചു പറഞ്ഞത്, അത് അയക്കുകൊള്ളാം, നമ്മുടെ അവസ്ഥ ഒന്നും മാറാൻ പോകുന്നില്ല. വേണമെങ്കിൽ ഇത് അമ്മയാ പറയുന്നത്. ശരിയാന്ന് പറഞ്ഞ് ഞാൻ അകത്തോട്ട് കയറാം. പക്ഷെ ഞാൻ അവിടെ വെച്ച് തന്നെ പറഞ്ഞു, അല്ല അമ്മേ, അദ്ദേഹത്തിന്റെ ഉള്ളിലിരിക്കുന്ന യേശു തന്നെയാ എൻ്റെ അകത്തും ഇരിക്കുന്നത്. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. വളരെ സൂക്ഷിച്ചു വേണം വാക്കുകൾ കേൾക്കാൻ. എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് നമ്മുടെ വായിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ അതൊരു വിത്താന്ന് മനസ്സിലാക്കണം. അത് കേൾക്കും.